ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ VMRലെ റെസിപ്പി നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം കൊണ്ട് ഹൽവ. ഞാൻ ഈ റെസിപ്പിക്കായിക്കൊണ്ട് 2.5 ഗ്ലാസ് കുറുവ റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. മറ്റയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറിൽ കിട്ടും. ഞാനിതൊരു മഗ്ഗിൽ ഒഴിച്ചു വെച്ചു. 5-6 മണിക്കൂറിന് ശേഷം ഈ കട്ടി കഞ്ഞിവെള്ളം അരിപ്പ് വെച്ച് അരിച്ചെടുത്തു. അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് 1/2 കപ്പ് റൈസ് പൗഡർ ചേർക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഈ പൗഡർ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. 1/2 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-3 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവുള്ളൂ. അരിച്ചെടുത്ത കഞ്ഞിവെള്ളം മിക്സിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അര കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് തന്നെ ചേർക്കാം. ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ശേഷം ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഹൽവയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 300-350 ഗ്രാം ശർക്കര ഒരുക്കി വെക്കണം, വെല്ലം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി അരിച്ചെടുക്കണം. ഈ ഹൽവയിലേക്ക് ചേർക്കാൻ 2 ടേബിൾ സ്പൂണോളം പിസ്തയുടെ ഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബദാം ഫ്ലേക്സ് ചേർക്കാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം, എല്ലാം ചേർക്കാം. ഞാൻ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം ഡെക്കറേഷൻ ചെയ്യാനായിക്കൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്തു. ഈ മിക്സ് ഹൽവ റെഡിയാക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കൈ വെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാത്രത്തിൻ്റെ അടിയിലോട്ട് കഴിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എളുപ്പമാണ്. എന്തായാലും രുചികരമായി ഈ ഹൽവ റെഡിയാവാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 30-35 മിനിറ്റ് വേണ്ടി വരും. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽവ മിക്സ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, കൂടിപ്പോവരുത്. ടേസ്റ്റ് ക്രമീകരിക്കാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഏതാണ്ട് കുറുകി വന്നപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതി. 1/2 കപ്പ് വെളിച്ചെണ്ണ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹൽവ മിക്സിലൊന്നും ചേർക്കാനില്ല. കുറുക്കി എടുക്കേ വേണ്ടുള്ളൂ. കുറുക്കി അരികുന്നൊക്കെ പാത്രം വിട്ട് വരും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത്രയേ ചെയ്യാനുള്ളൂ. ശരിക്കും ഈ ഹൽവയ്ക്ക് വേണ്ടുന്നത് ബ്ലാക്ക് ശർക്കരയാണ്. നല്ല കറുപ്പ് നിറമുള്ള ശർക്കര. അത് കിട്ടിയില്ല. അപ്പോൾ കളറ് അത്ര സുഖം പോരാ. ഇത് ഉള്ളത് കൊണ്ട് ഒപ്പിക്കാനേ നിർവാഹമുള്ളൂ. പാത്രത്തിൻ്റെ അരികിൽ നിന്നൊക്കെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ട്രേയിലേക്ക് നിരത്താൻ പോവുകയാണ്. നെയ്യ് തടവി വെച്ച ട്രേയിലേക്ക് കുറച്ച് പിസ്ത വിതറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 മണിക്കൂറിന് ശേഷം ഈസി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റി. വളരെയേറെ രുചികരമായ കഞ്ഞിവെള്ളം ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഈ ഹൽവ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഈ ഹൽവ 4-5 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.